മൂട് എന്ത് വിധി ഇത്? വെള്ളപ്പള്ളി എടുത്തോണ്ട് പോയോ? വിഎസിനെയും കൊണ്ടുപോയി. മമ്മൂട്ടിയെ എടുത്തു. ശശി തരൂർ നമ്മുടെ പാർട്ടിയിലേക്ക് വരുന്നു. ഓ മൈ ഗോഡ്, നിങ്ങള് പോയത് മനോരെ നിങ്ങൾ അറിഞ്ഞോ? ഞങ്ങളുടെ തത്വങ്ങൾ, ഞങ്ങളുടെ വിശകലനങ്ങൾ, ഞങ്ങളുടെ അടിസ്ഥാനപരമായ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വമ്പനായ കോൺഗ്രസിന്റെ വമ്പനായ നേതാവ് ശശി തരൂര് ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ബി.ജെ.പി ശശി തരൂർ പ്രഖ്യാപിച്ചായിരുന്നു വരാനുള്ള നീക്കങ്ങൾ. പണ്ട് നിങ്ങൾ ഇതുപോലെ മറ്റേ ഇടക്കാലത്ത് മറ്റേ ലീഗിനെ വിളിക്കാനായിട്ട് കുഞ്ഞാപ്പയുമായിട്ട് അല്ല കുഞ്ഞാപ്പയല്ല മറ്റേ കുഞ്ഞാലിക്കുട്ടിയുമായിട്ട് ഒരു ഡീലൊക്കെ നടത്താനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു. അതുപോലെ ഇതും തേഞ്ഞിട്ടോടും അതുപോലത്തെ ഡീല്. ഈ ഡീലൊക്കെ വമ്പൻ ഡീല്. പരമാവധി ശ്രമിച്ചിട്ടും ലീഗ് വരാത്തത് കൊണ്ട് ഇപ്പൊ ലീഗ് വർഗീയ പാർട്ടിയാണ് എന്നാണ് ഇപ്പൊ പറയുന്നത്. പക്ഷെ മുമ്പ് ലീഗിനെ ഇങ്ങോട്ട് വിളിച്ചപ്പോഴത്തേക്ക് അവര് കൊള്ളായിരുന്നു. അതെ, മോദി കണ്ണുവെച്ച നേതാവാണ് ശശി തരൂർ. ആ വ്യക്തി പിണറായിയുടെ മുന്നിലേക്ക് വരുന്നു. നിർത്തും മോദി കണ്ണുവെച്ചു. നിങ്ങൾ സ്റ്റേറ്റ് കാറിൽ കൊണ്ടിറക്കിയ വെള്ളാപ്പള്ളിയെയും മോദി കൊണ്ടുപോയെന്നാ തോന്നുന്നത്. അറിഞ്ഞില്ലേ? പത്മഭൂഷൺ കൊടുത്തു. എനിക്ക് രണ്ടു വാക്ക് പറയാനുണ്ട്. ഞങ്ങളുടെ മുഖ്യൻ മാൻഡ്രാക്കാണെന്ന് പറഞ്ഞവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഞങ്ങളുടെ മുഖ്യന്റെ കാറിലോട്ട് വലത് കാല് വെച്ച് കയറിയ വെള്ളാപ്പള്ളിക്ക് ഇതാ കിട്ടിയിരിക്കുന്നു പത്മഭൂഷൺ. ആരാ മാൻഡ്രയ്ക്ക് എന്ന് പറയുന്നത്? എവിടെയാടാ? ഇങ്ങനെയായോ? അങ്ങനെയായി. ഇത് രാഷ്ട്രീയ കച്ചവടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാരല്ലേ നിങ്ങള്? പിന്നെ കേന്ദ്രം എന്തായാലും ഇപ്പോഴാണ് ഇത്ര അർഹിക്കുന്നവർക്ക് അവാർഡ് കൊടുത്തിരിക്കുന്നത്. എല്ലാവർക്കും അർഹിക്കുന്ന മറ്റേ പത്മവിഭൂഷൺ കൊണ്ടുപോയി. ഞങ്ങള് പത്മവിഭൂഷൺ കൊടുത്തു. അറിഞ്ഞില്ലേ? അതെ, പത്മഭൂഷൺ അവിടെ ബി.ജെ.പിന്റെ തറവാട്ടിരിക്കുന്ന സാധനമൊന്നുമല്ല, അത് രാജ്യത്തിന്റെ സംഭവമല്ലേ. ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് മോഹൻലാലിന് കൊടുത്തപ്പോഴത്തേക്ക് നിങ്ങള് ഇത് രാഷ്ട്രീയമാണെന്ന് പറഞ്ഞവരല്ലോ. അത് പണ്ട്. ഇതിപ്പോ ഞങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് ഞങ്ങളുടെ തന്തയെ മാറ്റും അല്ലേ? അതെ, അർഹിക്കുന്ന അംഗീകാരം ആർക്ക് കിട്ടിയാലും ഞങ്ങളത് ഇരു കൈ നീട്ടി സ്വീകരിക്കും. അപ്പൊ നിങ്ങൾ വാങ്ങിക്കാൻ അനുവദിക്കും? വാങ്ങിക്കാൻ അനുവദിക്കും. ഞങ്ങളത് ഇരു കൈയും കിട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. അറിയില്ലേ? CPM CPI അത് ഇരു കൈ നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. അതായത് VS അച്യുതാനന്ദന് പത്മവിഭൂഷൺ കൊടുത്തപ്പോഴത്തേക്ക് നമ്മൾ ഓർത്ത് ഇവിടെ വലിയ ഇടിപൊട്ടു, ഇത് രാഷ്ട്രീയ കളിയാണെന്ന് പറയുന്നത്. പക്ഷേ VSന്റെ കുടുംബത്തിന് തീരുമാനം എടുക്കാവുന്ന വിശാല ഹൃദയരായിട്ടുള്ള CPM അങ്ങനെ പറഞ്ഞിരിക്കും. അതെ, അർഹിക്കുന്ന പാർട്ടി ഇതിൽ ഇടപെടാൻ പോകുന്നില്ല. ഇതിലേക്ക് എന്ത് രാഷ്ട്രീയം ഇരിക്കുന്നു മക്കളെ? ഇതൊക്കെ നമ്മളുടെ അവരുടെ കഴിവിന്, അവർ മികച്ച സംഭാവനകൾ നൽകിയതിന് അവർക്ക് കിട്ടുന്ന അംഗീകാരം. അതിലേക്ക് നമ്മൾ അല്ലാതെ BJP വീട്ടിലിരിക്കുന്നതല്ലല്ലോ. പിണറായിക്ക് എന്താ കൊടുക്കാൻ? മോദിയുടെ വീട്ടിൽ ഇരിക്കുന്നതാണോ പത്മഭൂഷൺ? ഇരട്ടച്ചങ്ങനെ അങ്ങോട്ട് ഉൾപ്പെടുത്താത്ത എന്താണോ? അത് പിന്നെ അതൊക്കെ ഞങ്ങൾ ജൂറിയല്ലേ തീരുമാനിക്കും. എന്റെ അടുത്ത് ചോദിക്കുന്നതിന് പോകട്ടെ, ജൂറി ഉണ്ടല്ലോ. അതെ, ഇവിടെ ഒരു കേന്ദ്രമുണ്ട്, പിന്നെ ഒരു സംസ്ഥാന സർക്കാരും ഉണ്ട്. അവർക്ക് വേണ്ടവർക്കും രാഷ്ട്രീയ കളിക്ക് വേണ്ടിയും കുറെ അവാർഡ് കൊടുക്കും. ഇവർക്ക് വേണ്ടവർക്കും ഇവരുടെ രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയും കുറെ അവാർഡ് കൊടുക്കും. അങ്ങനെ അവാർഡ് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടുക. അവിടെ വെള്ളാപ്പള്ളിക്കൊക്കെ എന്ത് കാണിച്ചിട്ടാണോ അവാർഡ് കൊടുക്കുന്നത്? അവരില്ലേ, കേന്ദ്രമല്ലേ, കേന്ദ്രം ചെയ്യണേ. ഞാൻ എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് അങ്ങ് ചോദിക്കുന്ന. കേന്ദ്രത്തിനോട് പോയി ചോദിക്കും. പിന്നെ ഇവിടെ അർഹിക്കുന്ന അവാർഡ് വെള്ളാപ്പള്ളി നടേശനോട് എനിക്ക് 10 വർത്താനം പറയണ്ട. ഇതേ വെള്ളാപ്പള്ളി നടേശനാണ് പറഞ്ഞത് പത്മഭൂഷണൊക്കെ ഏത് വട്ടിക്ക് വേണമെന്ന് പണ്ടൊരു തവണ ചോദിച്ചായിരുന്നു. കാശ് കൊടുത്ത് മേടിക്കുന്ന സാധനം കൊടുത്തത് കാശ് നിങ്ങളുടെ മുഖ്യനായിരുന്നു കൊടുത്തത്. പിന്നെ ക്യാഷ് കൊടുത്തല്ലേ ഇത് വാങ്ങിക്കാൻ? വാങ്ങിക്കേണ്ട ആവശ്യം നിങ്ങൾക്ക്? ഇത് വെള്ളപ്പള്ളി പറഞ്ഞതാ ഇത്. അത് കാശ് കൊടുത്താൽ കിട്ടുന്ന സാധനമാണ്. മമ്മൂട്ടിയും കാശ് കൊടുത്താണോ മേടിച്ചത്? മമ്മൂട്ടിക്ക് അതുല്യ നടൻ, അവരെയൊക്കെ അങ്ങനെ പറയാതെ അവരൊക്കെ അർഹിക്കുന്ന അംഗീകാരം അവരെ തേടി എത്തുമ്പോ നമുക്കറിയാം അത് അർഹിക്കുന്ന അംഗീകാരമാണെന്നൊക്കെ നമുക്കറിയാം. എന്നാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള അവാർഡുകൾ മോദി കൊടുക്കണമെങ്കിൽ വെറുതെ ആവില്ലല്ലോ. കാരണം വെള്ളാപ്പള്ളി നടേശൻ പിണറായിയോട് അങ്ങ് ഒട്ടിച്ചേർന്ന് നിൽക്കുകയാണല്ലോ. മറ്റേ കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആരാണെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് വേറെ ആര്, പിണറായി എന്ന് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വെള്ളാപ്പള്ളിക്ക് കേന്ദ്രം ഇങ്ങനെ ഒരു പത്മഭൂഷൺ എടുത്ത് കൊടുക്കണമെങ്കിൽ ഇഴവ വോട്ടിന് വേണ്ടിയാണോ? 2 കുത്തിത്തിരിപ്പ് ഉണ്ടാക്കി കൂടെ നിങ്ങൾക്ക്? എന്ത് കഷ്ടമാണ്. അപ്പൊ മമ്മൂട്ടിക്ക് അവാർഡ് കൊടുത്തത് എന്നെ കൊണ്ട് പറയിപ്പിക്കും. അത് നിങ്ങളെ സൂചിപ്പിക്കാൻ. മമ്മൂട്ടി ആരാ നിങ്ങളെ? എന്തുവാ ഇത്? നടൻ എന്നതിനപ്പുറം അത് നമുക്കറിയാം. മമ്മൂക്ക നടനൊക്കെ തന്നെയാണ്, അതുല്യ പ്രതിഭ. നിങ്ങൾ പറഞ്ഞു പഠിപ്പിക്കണ്ട. നിങ്ങളുടെ ആരായിട്ട് വരും? ഞങ്ങളുടെ കൈരളിയുടെ ആരായിട്ട് വരും? എക്സ്ക്യൂസ് മീ, പ്ലീസ് ഷട്ട് അപ്പ്. ഓക്കെ, അദ്ദേഹത്തിന് അർഹിക്കുന്ന അംഗീകാരം. എന്നാലും മോദി
മോദി ഇതൊക്കെ ഇങ്ങനെ നീക്കം വേണ്ടായിരുന്നു. ഇതിലൊക്കെ എന്തിനാണ് രാഷ്ട്രീയം കാണുന്നത്? നിങ്ങൾ ബാക്കി എല്ലാ അവാർഡ് കൊടുക്കുമ്പോഴും നിങ്ങൾ രാഷ്ട്രീയം കാണുന്നവരാണല്ലോ. അത് പിന്നെ ഞങ്ങൾ എന്താ നിങ്ങൾക്ക് രാഷ്ട്രീയം കൊണ്ടാലും ഇതിൽ രാഷ്ട്രീയം ഇല്ല. ഇത് അർഹിക്കുന്ന അംഗീകാരം നേടി തന്തേ മാറ്റി പിന്നെ ഇതിലൊന്നും വരുന്നില്ല. രണ്ട് വാക്ക് പറയാൻ എനിക്ക് വായ തുറഞ്ഞു വരുന്നുണ്ട്. ഞാൻ അവാർഡ് കിട്ടിയവരെ മാനിച്ചൊന്നും പറയുന്നില്ല. മറ്റേ ഗോൾഡ് ചെമ്പാക്കിയതിന് എന്റെ ഒരു അവാർഡ് കിട്ടുമായിരുന്നു. അതിന് ഞങ്ങൾക്ക് കിട്ടും അവാർഡ് കേട്ടോ. ഗോൾഡ് മെഡൽ കിട്ടും ഞങ്ങൾക്ക്. ഇപ്പൊ ഇതിനകത്ത് രാഷ്ട്രീയവും കലത്തണ്ട. മറ്റേ ഇത് രാഷ്ട്രീയമാണ്. ഇത് കള്ള നാണയങ്ങളുടെ രാഷ്ട്രീയമാണെന്നുള്ള ഡയലോഗുകളൊന്നും അടിക്കണ്ട. പത്മ അവാർഡുകളിൽ പഞ്ചപുച്ഛമടക്കി CPM നിൽക്കുന്നു. നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി മാനവരെ? പക്ഷെ ഞങ്ങൾ പറയും ഇത് രാഷ്ട്രീയ പത്മ കൊടുപ്പാണെന്ന് ഞങ്ങൾ പറയും. എന്താണെന്നറിയാമോ? എനിക്ക് മനസ്സിലാവുന്നില്ല. വെള്ളാപ്പള്ളിക്ക് എന്ത് പറഞ്ഞിട്ടാണോ ഈ പത്മ അവാർഡ് കൊടുക്കുന്നത്? മാനവരെ പറയൂ. വാ തുറന്ന വർഗീയത മാത്രം പറയുന്ന ഒരുത്തൻ, പിന്നെ കിട്ടുന്ന സമയത്തെല്ലാം പിണറായിയെ പൊക്കി അടിക്കുന്ന ഒരുത്തൻ. ഇങ്ങനെ പൊക്കി അടിക്കുന്നതിനാണോ പത്മഭൂഷൺ കൊടുത്തത്? ഇതുവരെ അവാർഡ് കിട്ടിയതെല്ലാം പിണറായിയെ പൊക്കി പറഞ്ഞവർക്കാണോ കൊടുത്തത്? തന്നെ അല്ല. ഞാൻ തന്നെ അന്തം കമ്പികളോടാ, ഞാൻ മാനവരോടാ ചോദിക്കുന്നത്. ഞങ്ങൾ മാറിക്കിടോ കൂട്ടോ. എന്റെ മാനവരെ നിങ്ങൾ പറയൂ, വെള്ളാപ്പള്ളിക്ക് കൊടുത്തിട്ട് എന്ത് കിഴങ്ങ് പറിച്ചിട്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. വെള്ളാപ്പള്ളിക്ക് അവാർഡ് ശ്രീനാരായണ ഗുരുവിന്റെ മറ്റേ പിൻഗാമിയാണെന്ന് പറഞ്ഞു വല്ലതും കൊടുത്തതാണെങ്കിൽ നല്ല അടി കിട്ടും. അങ്ങനെയൊന്നും പറഞ്ഞാൽ നല്ല അടി കിട്ടും. ഗുരു ഒരു വഴിക്ക് പോകുന്നു, മറ്റേ വെള്ളാപ്പള്ളി തെക്കോട്ട് ഓടുന്നു. ഗുരുവിനെ വിറ്റ് കാശാക്കുന്ന വെള്ളാപ്പള്ളിക്ക് വരെ പത്മഭൂഷൺ. അപ്പോഴേ നമുക്കറിയാം ഇതിനകത്തിൽ രാഷ്ട്രീയമാണെന്ന്. ഈഴവ വോട്ടിന് വേണ്ടിയിട്ട് കിടന്നങ്ങ് ഓടുന്ന ഓട്ടവേ കഷ്ടമാണ്. ഞങ്ങൾ കേന്ദ്രത്തെ പറയുമ്പോ നിങ്ങൾ എന്തിനാ ഇത്ര പൊള്ളുന്നത്? കണ്ടോ മാനവരെ, നമ്മൾ കേന്ദ്രത്തിന്റെ രാഷ്ട്രീയ കളിയെ കുറിച്ച് പറയുമ്പോൾ ഇവിടെ പിണറായി കൂട്ടർക്ക് പൊള്ളുന്നു. നിങ്ങൾ എന്താണെന്നറിയാമോ? അവാർഡ് കിട്ടിയ എല്ലാവർക്കും ഇങ്ങനെ എന്തോ രീതിയിൽ കിട്ടിയതാണെന്ന ഒരു ഇത് വരും, ഒരു ചായ വരും. എന്ത് ചായ? നിങ്ങളല്ലേ ഇത്രയും കാലം ഓരോ അവാർഡിനും ഓരോ ചായ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്? ഞങ്ങളാണോ? നിങ്ങൾ ചായ ഉണ്ടാക്കിയപ്പോ നമ്മൾ പറഞ്ഞപ്പോ ഓഹോ, ഇപ്പൊ നമ്മൾ പറഞ്ഞപ്പോ ഞങ്ങൾ ചായ ഉണ്ടാക്കിയപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ ഏഹേ. ഞങ്ങൾ ഏതോ ദുർബല നിമിഷത്തെ അങ്ങനെ പറഞ്ഞതായിരിക്കും. മാനവരെ ക്ഷമിക്കും. മാനവരെ വെക്കുന്ന ഇവിടെ എല്ലാം സ്വന്തം കുട്ടിക്കും. താങ്ക് യു. അത് നിങ്ങൾ ഇതുവരെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അവാർഡ് CPM നേതാക്കൾക്ക് ഏതെങ്കിലും ഒരു അവാർഡ് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ അത് മേടിക്കരുത്, അത് മേടിക്കേ വേണ്ട എന്ന് പറയുന്ന CPM ഇത്തവണ പ്ലേറ്റ് മാറ്റി. ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ, അദ്ദേഹത്തിന്റെ കുടുംബത്തിന് അക്കാര്യത്തിൽ തീരുമാനം എടുക്കാം. അതായത് VSന്റെ കുടുംബത്തിന് അക്കാര്യത്തിൽ തീരുമാനം എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ട്. അതേ മാനവരെ, നിങ്ങൾ അറിഞ്ഞോ ഗവർണർ ഞങ്ങൾക്ക് വീണ്ടും മുട്ടം പണിയെന്ന് തുടങ്ങി. അതവിടെ ഇരിക്കട്ടെ. കുറ്റപത്രം എന്തായി? ശബരിമല കുറ്റപത്രം വീണ്ടും തനിക്കുണം കാണിച്ചു തുടങ്ങി. നിങ്ങള് തനിക്കുണം കാണിക്കും, പിന്നെ പിണറായി ചെന്ന് മറ്റേ ലോക് ഭവനിൽ പോയി ചായ കുടിക്കുമ്പോൾ വീണ്ടും നിങ്ങൾ ഒന്നാകും, വീണ്ടും നിങ്ങൾ തെറിവിളിക്കും, വീണ്ടും നിങ്ങൾ ഒന്നാവും. അതാ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ വേറെ കുറ്റപത്രം ശബരിമല കുറ്റപത്രം എന്തായി? മാനവരെ, മേയർ ആണെങ്കിൽ BJPക്ക് 20 ലക്ഷം രൂപ പിഴയിട്ടു. മാനവരെ നിങ്ങൾ ഇത് കേൾക്കുക. കഴിഞ്ഞ ദിവസം മുരാരി ബാബു ജയിലിൽ നിന്ന് സുരക്ഷിതമായി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അത് കുറ്റപത്രം സമർപ്പിക്കാതെ കോടതി ജാമ്യം കൊടുത്തത് കേട്ടോ. സ്വാഭാവിക ജാമ്യം അയാൾക്ക് എങ്ങനെയാ കിട്ടുന്നത്? SIT കുറ്റപത്രം സമർപ്പിക്കാത്തത് കൊണ്ട് അയാൾക്ക് റൈറ്റ് ഉണ്ട് സ്വാഭാവിക ജാമ്യം. 90 ദിവസം അകത്ത് കടന്നു കഴിഞ്ഞാൽ അയാൾക്ക് സ്വാഭാവിക ജാമ്യം കിട്ടും. കുറ്റപത്രം എന്താ കൊടുക്കട്ടെ? കുറ്റപത്രത്തിൽ താമസിക്കും. കുറ്റപത്രം കൊടുത്താൽ പണി കിട്ടും. അതിനകത്ത് ചിലരുടെ പേരെഴുതി ചേർക്കേണ്ടി വരും. കടകംപള്ളി സുരേന്ദ്രൻ, VN വാസവൻ, PS പ്രശാന്ത്, ഇവരുടെയൊക്കെ പേര് അങ്ങോട്ട് എഴുതി ചേർക്കേണ്ടി വരുമ്പോഴത്തേക്ക് കോടതി ചോദിക്കും, എന്നിട്ട് ഇവരെയൊക്കെ കസ്റ്റഡിയിൽ എടുക്കാത്ത എന്താണ്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തലവിയാണ് ഇരിക്കുന്നത് കേട്ടോ. ഈ കാര്യങ്ങളൊന്നും ഇവിടുത്തെ സ്വാഭാവിക നടപടികളെ കുറിച്ചൊന്നും അറിയില്ലേ? ഈ നാട്ടിലെ കൊച്ചുകുട്ടികൾ നിങ്ങളുടെ ഭാഗത്തും തെറ്റുണ്ട്. കാര്യം എന്താണെന്ന് അറിയാം, നിങ്ങൾക്ക് പാർട്ടി കോടതി മാത്രമല്ലേ അറിയത്തുള്ളൂ. ഇവിടെ നിർബന്ധിതമായി കടകംപള്ളിയുടെ പേര് ഇതിലേക്ക് വലിച്ചിഴക്കാൻ നിങ്ങളുടെ കടകംപള്ളി ആദ്യം പറഞ്ഞ എന്തുവായിരുന്നു? എനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയത്തില്ല. അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ വരെ പോയത് നമ്മൾ അറിഞ്ഞില്ലേ? അവിടെ പോയിരുന്ന് മാമുണ്ട് നമ്മൾ അറിഞ്ഞില്ലേ?
അത് പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചിട്ട് പോയത് എന്തോ ഒരു ചടങ്ങുണ്ടായിരുന്നു അവിടെ അച്ഛന്റെ എന്തോ ചടങ്ങുണ്ടായിരുന്നു, അതിനു വേണ്ടി ഞങ്ങൾ പോയത്. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയത്തില്ലെന്ന് ആദ്യം പറഞ്ഞത് പിന്നെ എന്തിനാ? അത് പിന്നെ കുറെ പേര് പെട്ടെന്ന് ഇങ്ങനെ വീട്ടിൽ വരെ പോയ ഒരാളെ കുറിച്ച് അറിയത്തില്ലേ? പല വീടുകളിൽ ഞങ്ങൾ പോകുന്നുണ്ടല്ലോ. ശരിയാ, കടകംപള്ളി പല വീടുകൾ കയറാറുണ്ടെന്ന് നമുക്കറിയാം. ഞങ്ങൾ ഒരു ജനപ്രവർത്തകനാണ്, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഞങ്ങൾ കയറി ഇറങ്ങും. പക്ഷെ ചെന്ന് കയറുന്നതെല്ലാം കള്ളന്മാരുടെ വീടുകളിലാണ്. അത് എല്ലാ വീട്ടുകാരും ഞങ്ങൾക്ക് ഓർത്തിച്ചോണ്ടിരിക്കാൻ പറ്റുമോ? എത്രമാത്രം ആൾക്കാരാണ് ഞങ്ങൾക്ക് മുന്നിലേക്ക്. രണ്ട് തവണ പോറ്റിയുടെ വീട്ടിൽ പോയി മാമുണ്ട്, എന്നിട്ടും പോറ്റിയെ ഓർത്തിരിപ്പില്ല. നമ്മൾ തൊണ്ട തൊടാതെ വിഴുങ്ങണോ? അത് പിന്നെ രക്ഷപ്പെടാൻ. മാനവരെ, നിങ്ങൾ മനസ്സിലായില്ലേ? മാനവരെ, ഭരണകൂടത്തിന്റെ സമ്മർദ്ദം കാരണം SITക്ക് കുറ്റപത്രം സമർപ്പിക്കാൻ സാധിക്കുന്നില്ല. മാനവരെ, അതാണ് കാര്യം. റിപ്പബ്ലിക് ദിന ആശംസകൾ. റിപ്പബ്ലിക് ദിന ആശംസകൾ നമ്മൾ പറഞ്ഞോളാം. മാനവരെ, ശബരിമലയെ കുറിച്ച് 2 വാക്ക് പറയൂ. ശബരിമലയിൽ ഒന്നുമില്ല. ശബരിമലയിൽ സീസൺ കഴിഞ്ഞു. ശബരിമലയിൽ സീസൺ കഴിഞ്ഞു, നട പൂട്ടി, എല്ലാരും പോയി കേട്ടോ. മനസ്സിലായില്ലേ? ശബരിമലയിൽ ഒന്നുമില്ല. അതിനെ കുറിച്ചാണ് ഹൈക്കോടതി ചോദിക്കുന്നത്. എല്ലാം എവിടെ? ശബരിമലയെ പറ്റി ഞാൻ 2 വാക്ക് പറയാന്ന്. അവിടെ മകരജ്യോതി തെളിഞ്ഞു, ഭക്തരെല്ലാം. ശബരിമല സ്വർണ്ണക്കൊള്ളയെ കുറിച്ച് പറ. കുറ്റപത്രം ഇന്ന് കൊടുക്കും. കുറ്റപത്രം ഞങ്ങൾ ഇനി മാനവരെ അടുത്ത് ഇറങ്ങാൻ പോകുന്ന ആരാന്നറിയാം? സ്വാഭാവിക ജാമ്യം കിട്ടിയ അടുത്ത അല്ലല്ല, പത്മകുമാർ. എങ്ങനെ മാനവരെ? അതായത് ഓരോരുത്തരെയായിട്ട് സ്വാഭാവിക ജാമ്യത്തിലൂടെ പുറത്തേക്ക് ഇറക്കണം. അല്ലാതെ കോടതി ഓരോരുത്തരും ജാമ്യം കൊടുക്കുക. ഇവിടെ വാ ഒരുത്തരും ജാമ്യം കൊടുക്കുന്നില്ല. അതുകൊണ്ട് സ്വാഭാവിക ജാമ്യം മാത്രമേ മുൻപിലുള്ള ഒരേ ഒരു വഴിയുള്ളൂ. അതുകൊണ്ട് SIT എഴുതി വെച്ചിരിക്കുന്ന കുറ്റപത്രം പിണറായി കീറി. കുറ്റപത്രം വേണ്ടേ? നമ്മൾ കുറ്റപത്രം ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനല്ലേ അറിയുള്ളൂ. പോയി ഉണ്ടാക്കുക. AKG സെന്ററിലെ കുറ്റപത്രം അല്ല നമുക്ക് വേണ്ടത് കേട്ടോ. കേട്ടോ, വന്നേക്കെന്ന് തരുവിനെ എടുക്കാൻ നടക്കുക. അങ്ങനെ കുറെ എണ്ണങ്ങൾ കൊലക്കാട്.